Assalamu alaikum. Hi my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. Today, as usual, we can start the class with our knowledge. So all of you please get ready for that. Rabbi Yasir, wala tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay. So today I think we have finished the poem and we have done the question answers also. Now it's time to go for vocabulary junction, and so all of you please take your textbook and take page number 86. Page number 86 in vocabulary junction. Let's see what we are going to study as new. You learned about alliteration in grade 4. Let's learn more about it. അപ്പോൾ 4ാം ക്ലാസ്സിൽ നിങ്ങൾ alliteration പഠിച്ചിട്ടുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. ആണോ alliteration പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ചോദിക്കും ഇതെന്നാ alligator എന്ന് കേട്ടിട്ടുണ്ട്, alliteration എന്ന് കേട്ടിട്ടില്ല എന്ന് പറയും. ആണോ? അങ്ങനെയാണോ എല്ലാവരും പറയുന്നത്? alligator കേട്ടിട്ടുണ്ട് മാം, പക്ഷേ എന്തെന്നാണ് ഈ alliteration? Okay, I'll just remind you. The use of the same consonant sound at the beginning of words that are close together is called alliteration. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിം കൺസണൻറ്റ് സൗണ്ടിൻ്റെ യൂസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ്, ഓരോ വേർഡിൻ്റെയും ബിഗിനിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ ദറ്റ് ആർ ക്ലോസ് ടുഗെദർ, ഒരുമിച്ച് വരികയാണെങ്കിൽ അതിനാണ് alliteration എന്ന് പറയുന്നത്. അതായത് കൺസണൻറ്റ് സൗണ്ടാണ് കേട്ടോ, അല്ലാതെ ലെറ്റർ അല്ല. അതായത് ഇപ്പം സി എന്ന ലെറ്ററിന് സൗണ്ട് എന്തെന്നാണ്? സി എന്ന ലെറ്ററിൻ്റെ സൗണ്ട് ഓക്കെ, സി വെച്ചിട്ട് ക്ലാപ്പ് എന്നും പറയാം, ചിയർ എന്നും പറയാം അല്ലേ? സി വെച്ചിട്ട് ക്ലാപ്പ് എന്നും പറയാം, ചിയർ എന്നും പറയാം. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ക്ലാപ്പ് അതുപോലെ ചിയർ ഇത് രണ്ടും വന്നു, അല്ലെ ഒരു പോയം ഒരു ലൈനിൽ ഇത് രണ്ടും അടുത്തടുത്ത് വന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് വാക്കുണ്ട്, പക്ഷേ എങ്കിലും അതേ ലൈനിൽ തന്നെ ഇത് രണ്ടും വന്നു എന്ന് കരുതിയിട്ട് ഇത് രണ്ടും നമുക്ക് alliteration ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാര്യം? രണ്ടിൻ്റെ സൗണ്ട് ഡിഫറെൻ്റ് ആണ്. ഇവിടെ സി സേസ് ക, ആക്ച്വലി വാട്ട് ഇസ് ദ സൗണ്ട് ഓഫ് സി? ക. സി സേസ് ക, ദ സൗണ്ട് ഓഫ് സി ഈസ് ക. അപ്പോൾ ഇവിടുത്തെ കൺസണൻറ്റ് സി എന്ന കൺസണൻറ്റിൻ്റെ സൗണ്ട് എന്താണ്? ക. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ക സൗണ്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? നോ, ഹിയർ ദ സൗണ്ട് ഇസ് ഡിഫറെൻറ്റ്. ഹിയർ ദ സൗണ്ട് കംസ് ലൈക്ക് ച, സി എച്ച് ച. ഓക്കെ, ഇവിടെ നമ്മൾ ചേർന്ന് കൂടി ചേർത്ത് വായിക്കുകയാണ്, ചിയർന്നാണ് വായിക്കുന്നത്. ഹിയർ ദിസ് കൺസണൻറ്റ് സൗണ്ട് ഡസൻ കംസ് ഹിയർ. കൺസണൻറ്റ് സൗണ്ട് ഇവിടെ വന്നിട്ടില്ല, പക്ഷേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടവും സി വന്നു എന്ന് കരുതിയിട്ട് നമുക്കതിന് alliteration എന്ന് പറയാൻ പറ്റില്ല. പകരം അവിടെ എന്താണ് വരേണ്ടത്? സൗണ്ട് തന്നെയാണ് വരേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് ചിയർ ഇഫ് ദിസ് വേർഡ് കംസ്, ഏത് വേർഡാണ്? ക്ലൗൺ. അപ്പോൾ ഇവിടെയും ഏതാണ് സൗണ്ട് വന്നത്? ക സൗണ്ട് വന്നില്ലേ? സി സേസ് ക, സി സേസ് ക. ക്ലാപ്പ്, ക്ലൗൺ. ഇപ്പോൾ രണ്ടിനെ കാ വന്നില്ലേ? കാ വന്നതുകൊണ്ട് വാട്ട് വി ക്യാൻ സേ? കൺസണൻറ്റ് സൗണ്ട് കെയിം ക്ലോസ് ടുഗെദർ. രണ്ട് കൺസണൻറ്റ് സൗണ്ട് അത് അടുത്തടുത്ത് വന്നു അല്ലേ? അതുപോലെ തന്നെ ആ കൺസണൻറ്റ് സൗണ്ട് എവിടെ വരണം? ബിഗിനിങ് ഓഫ് എ വേർഡ്. ഈ വേർഡിൻ്റെ ബിഗിനിങ്ങിലല്ലേ ഇത് വന്നത്? ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹിയർ ഓൾസോ ദിസ് കൺസണൻറ്റ് സൗണ്ട് കംസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്. അങ്ങനെ ഒരു വേർഡിൻ്റെ ബിഗിനിങ്ങിലും വരണം, അതുപോലെ തന്നെ അടുത്തായിട്ടും വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദോസ് വേർഡ്സ് വി ക്യാൻ സേ ഇൻ alliteration. ആ വേർഡ്സിനാണ് alliteration എന്ന് പറയുന്നത്. നൗ വി ക്യാൻ ഗോ ഫോർ ദ എക്സാമ്പിൾ. Thought Georgie, how good these will be on buttered bread. I wish I had with me. Let me write the example on the board. Thought. അപ്പോൾ നമ്മുടെ പോയത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത രണ്ട് ലൈൻസ് ആണ് ഐ എം ഗോയിങ് ടു റൈറ്റ് ഹിയർ. പ്ലീസ് ലിസൺ. Thought Georgie, how good these will be. How good these will be on buttered bread. On buttered bread. I wish I had with me. So just listen here. Thought Georgie, how good these will be on buttered bread. I wish I had with me. Now can you find out the words which are in alliteration on these lines? ഈ രണ്ട് ലൈൻസിൽ alliterationൽ വന്നിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? Read. I have already read for you and I hope now within this time
you might have found the words. അല്ലേ, നിങ്ങളിത് കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. ഏതാണ്? ബട്ടേർഡ് ബ്രെഡ്. നമ്മൾ എന്താ പറഞ്ഞത്? കൺസണൻറ്റ് സൗണ്ട് സെയിം ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഷുഡ് കം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ് ആൻഡ് ഓൾസോ ദാറ്റ് ഷുഡ് കം ക്ലോസ് ടുഗെദർ. അത് അടുത്തടുത്ത് വരികയും വേണം. ഒരേ ലൈനിൽ തന്നെ ആയിരിക്കണം. വേർഡിൻ്റെ തുടക്കമായിരിക്കണം. കൺസണൻറ്റ് സൗണ്ട് സെയിം ആയിരിക്കണം. സോ ഹിയർ ബി സേസ് ബ, ഹിയർ ഓൾസോ ബി സേസ് ബ. B comes at the beginning of this word, and here also this b or b comes at the beginning of the word, so that we can call these as an alliteration words. Buttered bread and ba. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് എന്നാത്തിന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? The B sound is repeated in the words in bold poets uses literary device to make a poem more musical or to lay emphasis on certain words in the poem. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പോയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഒരു പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനും കൂടി കുറച്ചുകൂടി ഒരു രസം ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് റൈമിങ് വേർഡ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പോയം കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളതാക്കി മാറ്റാനായിട്ടൊക്കെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് കാണിക്കുക. in order to stress some parts or to make the poem more beautiful, the poet uses this kinds of alliteration and all in their poems. Okay, അതുകൊണ്ടാണ് അവരുടെ പോയംസിലൊക്കെ അവർ ഇങ്ങനത്തെ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾസ് ആണ്. Peter Piper picked a peck of pickled peppers. നല്ല രസമില്ല? അതങ്ങനെ വായിക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. ഒരു പീയുടെ സൗണ്ട് ഫുള്ളായിട്ട് വരുന്നുണ്ട് അല്ലേ? Peter Piper picked a peck of pickled peppers. പിന്നെയോ അടുത്ത നോക്കിയേ. The quick cat climbed the wall carefully. അവിടെ cat climbed, കാക്ക വന്നില്ലേ? നെക്സ്റ്റ് ലക്കി loves to look at lions in the zoo. അവിടെ എല്ലിൻ്റെ വെച്ചിട്ട് വന്നല്ലേ? എൽ സൗണ്ട്, കൺസണൻറ്റ് സൗണ്ട് അവിടെ എല്ലാം വന്നിട്ടുണ്ട്. Now turn the page 87. Read the poem once again and list all the instances of alliteration you can find. അപ്പോൾ അവിടെ എന്തെന്നാണെന്നറിയാമോ? Read the poem once again. അപ്പോൾ ഞാൻ പഠിപ്പിച്ച പോയം നിങ്ങൾ ഒന്നുകൂടി വായിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? And list all the instances. What do you mean by instances? Examples. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? alliteration examples ആയിട്ടുള്ളത് ആ പോയത്തിൽ നിന്ന് തന്നെ കിട്ടും. നമ്മുടെ പോയം എടുക്കുക. ഇതിപ്പം പോയത്തിലെ 2 ലൈൻസ്, only 2 lines have extracted on the board. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന 2 ലൈൻസ് മാത്രമാണ്. The rest of the lines are given on the textbook and you have to read that again and again. Then you have to find out the words are in alliteration. The words that are in alliteration. അത് alliterationലുള്ള words you have to find it out. നിങ്ങൾക്കത് find out ചെയ്യാം. എന്നിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. Okay, so that will be your assignment. And now we can go for the second activity in the same junction vocabulary. Check if the following sentences are examples of alliteration. If they are, underline the words in which the consonant sounds are repeated. അപ്പോൾ ഇനി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ്, how many sentences are there? 5 sentences are given. ഈ 5 സെൻറ്റൻസിനകത്ത് 5 സെൻറ്റൻസസിൽ എവിടെയാണോ alliteration words വന്നിരിക്കുന്നത്, what do you have to do? You have to underline that. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ 5 സെൻറ്റൻസ് ഉണ്ട്. 5 സെൻറ്റൻസിൽ 5ഉം alliteration വേർഡ്സ് വരണമെന്നില്ല. അതുപോലെ തന്നെ ഒരേ സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ക്ലാപ്പും ചിയറൊക്കെ ഞാൻ എക്സാമ്പിളായിട്ട് എടുത്ത് കാണിച്ചു. അതൊന്നും വന്നു കഴിഞ്ഞാൽ അത് രണ്ടിടും സി വന്നല്ലോ, സെയിം ലെറ്റർ വന്നല്ലോ എന്നല്ല നോക്കേണ്ടത്. വാട്ട് യു ഹാവ് ടു ചെക്ക് വെദർ ദ സെയിം കൺസണൻറ്റ് സൗണ്ട് is there or not. Consonant sound അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് you have to check. Okay, so these first exercise and second exercise, both the 2 exercises are given as assignment for you. So I hope that you liked and understood this video, and inshallah I'll come with the next phonics junction in the next video and in the next class. Till then, you take care. Assalamu alaikum.